നല്ല തണുത്ത പ്രഭാതമാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് വലിയ പോസിറ്റീവ് എനർജിയുണ്ട്. ഞാൻ നേരത്തെ ഈ ഷിപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ ജീവിതം പലപ്പോഴും ഒരു വലിയ കപ്പൽ യാത്രയാണ് എന്ന് തോന്നാറുണ്ട്. അതിൽ കാറും കോളും തിരമാലകളും ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ മുനമ്പുകൾ നമ്മൾ കരുതും അതിനെ മറികടന്നു പോകാം. പക്ഷെ അതിന് താഴെ വലിയ മഹാപർവ്വതങ്ങൾ ഉണ്ടാവും. നമ്മളതിനെ സാധാരണ പറയാറുള്ളത് മഞ്ഞിന്റെ പാളി എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? അതെല്ലാം തിരമാലകളുടെ മുകളിൽ ചെറുതെന്ന് കരുതിയാലും വലിയ വലിയ പ്രശ്നങ്ങൾ താഴെ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നേരിടാൻ കഴിയുന്ന ഒരു കപ്പിത്താനായി നിങ്ങളുടെ മനസ്സ് മാറണം. ഏത് പ്രതികൂല കാലാവസ്ഥയും നേരിടാനും അതിജീവിക്കാനും കഴിയുന്ന രീതിയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു കപ്പലിന്റെ മാതൃകയാണ് മനുഷ്യനെന്ന് പറയാറുണ്ട്. മുന്നോട്ട് തന്നെ ആവണം. എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടാൻ കഴിയണം. ഇനി നിങ്ങൾക്ക് ഓടാൻ ശേഷിയില്ലെങ്കിലോ നിങ്ങൾക്ക് നടക്കാൻ കഴിയണം. നടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ഇഴയാൻ കഴിയണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, കപ്പൽ പോകും പോലെ മുന്നോട്ടു തന്നെ നിങ്ങൾ പോകണം. അത് ഇഴഞ്ഞാവട്ടെ, നടന്നാവട്ടെ, ഓടിയാവട്ടെ, പറന്നാവട്ടെ. ആ മുന്നോട്ടുള്ള യാത്രയിൽ ലഹരി നമുക്ക് ഒരു കെണിയാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ പുണ്യമാസത്തിൽ യാത്ര തുടങ്ങുന്നു. വിഴിഞ്ഞത്തു നിന്നും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു വിഴിഞ്ഞത്തു നിന്നും റിപ്പോർട്ടർ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട.